ദൈവസ്നേഹത്തിനായി ജീവൻ പോലും ത്യജിച്ച ഒരു മനുഷ്യൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏപ്രിൽ 28 രക്തസാക്ഷിയായ മിഷണറി വിശുദ്ധ പീറ്റർ ചാനൽ. ദൂരെയുള്ള ഒരു ദ്വീപിൽ വിശ്വാസത്തിന്റെ വിത്ത് വിതച്ച ഒരു മിഷണറി. ഇതാണ് വിശുദ്ധ പീറ്റർ. 1803 ഫ്രാൻസിൽ ജനിച്ച പീറ്റർ ചാനൽ ചെറുപ്പം മുതൽ ദൈവസ്നേഹത്തിൽ വളർന്നു. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചെങ്കിലും അവന്റെ ഹൃദയം ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടിരുന്നു. ഒരു പുരോഹിതനായി മാറിയ ശേഷം ദൈവത്തിന്റെ വിളിയോട് പ്രതികരിച്ച പീറ്റർ ചാനൽ ദൂരെയുള്ള ഓഷ്യാനിയയിലേക്ക് യാത്ര തിരിച്ചു. ഫുണ്ടൂന എന്ന ചെറിയ ദ്വീപിൽ അവൻ സുവിശേഷം പ്രഘോഷിച്ചു. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ യേശുവിന്റെ സ്നേഹം വിതച്ചു. പക്ഷേ ഈ മാറ്റം എല്ലാവർക്കും ഇഷ്ടമായില്ല. ദ്വീപിന്റെ നേതാവിന് ക്രിസ്തീയ വിശ്വാസം ഭീഷണിയായി തോന്നി. അവൻ പീറ്റർ ചാനലിനെ എതിർക്കാൻ തുടങ്ങി. 1841 ഏപ്രിൽ 28 വിശ്വാസത്തിനായി ജീവൻ നൽകിയ ദിനം. പീറ്റർ ചാനൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. എന്നാൽ അവന്റെ രക്തം വെറുതെയായില്ല. അവന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ഫുണ്ടൂന ദ്വീപ് മുഴുവൻ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. ഒരു മനുഷ്യന്റെ ത്യാഗം ഒരു ജനതയുടെ രക്ഷയായി മാറി. 1954 പോപ്പ് പിയൂസ് 12 പീറ്റർ ചാനലിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇന്ന് ഓഷ്യാനയുടെ പ്രഥമ രക്തസാക്ഷിയായി അദ്ദേഹം അറിയപ്പെടുന്നു. വിശ്വാസത്തിനായി നമുക്ക് എത്രത്തോളം പോകാം? വിശുദ്ധ പീറ്റർ ചാനൽ നമ്മോട് ചോദിക്കുന്നു. നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാമോ? താങ്ക് യു.